Hi everyone, welcome back to PsychiPalette. It's all about psychology. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. കോഗ്നിറ്റീവ് സൈക്കോളജി, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, എൻവയോൺമെൻറ്റൽ സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ന്യൂറോ സൈക്കോളജി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോഗ്നിറ്റീവ് സൈക്കോളജി. കൊഗ്നേറ്റീവ് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് മെൻ്റൽ പ്രോസസ്സിനെയാണ്. ലൈക്ക് അറ്റൻഷൻ, പെർസെപ്ഷൻ, മെമ്മറി, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അത് പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു കാര്യം സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ മെൻ്റൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ മെൻ്റൽ ഫങ്ഷൻസ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ബ്രാഞ്ചാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. നെക്സ്റ്റ് ബ്രാഞ്ച് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. അത് ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് സ്പാനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ് വരെയുണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെയാണ് പിന്നീട് ഫിസിക്കലി, ഇമോഷണലി, സോഷ്യൽ ഗ്രോത്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു ചൈൽഡ്ഹുഡ് എൻവയോൺമെൻറ്റ്, പിന്നീട് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്, അതൊക്കെ പേഴ്സണാലിറ്റി ഫോം ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ചെറുപ്പത്തിലുണ്ടാവുന്ന ട്രോമാസ്, ഭയം, ഫിയേഴ്സ് ഒക്കെ പിന്നീട് നമ്മളെ ക്യാരക്ടർ ഫോം ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആവും. അതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് എ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ് മേ അസസ് ഹൗ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എഫക്റ്റ് ഇമോഷണൽ ഓർ സോഷ്യൽ ബിഹേവിയർ ഇൻ ലേറ്റർ ലൈഫ്. നെക്സ്റ്റ് ബ്രാഞ്ച് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ തോട്ടിനെയും ഇമോഷനും ആക്ഷൻസിനെയും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പിയർ പ്രഷർ കാരണം അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അക്സെപ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊക്കെ സോഷ്യൽ കൺഫോമിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് സോഷ്യൽ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്പോർട്സ് സൈക്കോളജി. ഇത് പുതുതായിട്ട് എമേർജ് ചെയ്ത ഒരു ബ്രാഞ്ചാണ്. ഇത് അത്ലറ്റ്സിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ബൈ യൂസിങ് ദ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് അത്ലറ്റ്സിന് മോട്ടിവേഷൻ കൊടുക്കുക, അവരെ ഗെയിം ചെയ്യാൻ ഫോക്കസ് ചെയ്യിപ്പിക്കുക, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നിവയൊക്കെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ഓർ റിലാക്സേഷൻ ടെക്നിക്ക്, ഒരു കോമ്പറ്റീഷന് മുമ്പ് റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്യിപ്പിക്കുക, ഇതിലൂടെയൊക്കെ നമുക്ക് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് ഹൗ പീപ്പിൾ ലേൺ ആൻഡ് ഹൗ ടു ഇംപ്രൂവ് ദ ടീച്ചിങ് മെത്തേഡ്. ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലറിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ടീച്ചിങ്ങിലും ലേണിങ്ങിലും എഫക്റ്റീവായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പം സ്റ്റുഡൻസിന് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം VKT, ലൈക്ക് ചില ആൾക്കാർ കണ്ടിട്ടായിരിക്കും പഠിക്കുക, ചില ആൾ കേട്ട്, ലൈക്ക് വിഷ്വലി, ഓഡിറ്ററി അല്ലെങ്കിൽ കൈനസ്റ്റിക്, എഴുതി പഠിക്കുക. ആ ഒരു ലേണിംഗ് സ്റ്റൈൽസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ടീച്ചിങ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ക്ലാസ് റൂം ബിഹേവിയർ മോഡിഫൈ ചെയ്യുക, അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുക, സ്റ്റുഡൻസിന് മോട്ടിവേഷൻ കൊടുക്കുക, ഇതൊക്കെയാണ് ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലറിൻ്റെ. അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റുഡൻസിന് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ എന്ന് വെച്ചാൽ എഴുതാൻ ബുദ്ധിമുട്ട്, വേർഡ് സ്പെല്ല് ചെയ്യാൻ ബുദ്ധിമുട്ട്, റൈറ്റിംഗ് അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ട്, അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റുഡൻസിന് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ എന്ന് വെച്ചാൽ എഴുതാൻ ബുദ്ധിമുട്ട്, വേർഡ് സ്പെല്ല് ചെയ്യാൻ ബുദ്ധിമുട്ട്, റൈറ്റിംഗ് അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ട്, അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കൊടുക്കുക. വൺ ഈസ് ഇൻഡസ്ട്രിയൽ അഥവാ ഓർഗനൈസേഷണൽ സൈക്കോളജി. ഇറ്റ് ഈസ് ഡീൽ വിത്ത് വർക്ക് പ്ലേസ് ബിഹേവിയർ. ഒരു എംപ്ലോയിൻ്റെ വർക്ക് പ്ലേസ് ബിഹേവിയർ എന്താണെന്നും, പിന്നെ വർക്കേഴ്സും ഓർഗനൈസേഷനും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഒരു ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എംപ്ലോയീസിനെ മോട്ടിവേഷൻ ചെയ്യുക, ജോബ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കുക, പിന്നെ ലീഡർഷിപ്പ്, ടീം വർക്ക് നോക്കുക, പിന്നെ പ്രൊഡക്ടിവിറ്റി, റിക്രൂട്ട്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുക, ട്രെയിനിങ് പ്രോസസ്സ്, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രിയൽ അഥവാ ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ
റോള്. അടുത്തത് എൻവിയോൺമെൻറ്റൽ സൈക്കോളജി. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻവിയോൺമെൻറ്റ് നമ്മുടെ ബിഹേവിയറിനെയും വെൽബീയിങ്ങിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ്. എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പൊല്യൂഷൻ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെയും വെൽബീയിങ്ങിനെയും എഫക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഹൈ നോയ്സ് ലെവലുള്ള സമയത്തൊക്കെ നമുക്ക് ഒരു സ്ട്രെസ്സ് ഉള്ളിൽ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മളെ മെൻ്റലി അത് എക്സോസ്റ്റഡ് ആവാറുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി എന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രാഞ്ചാണ്. ഒരുവിധം എല്ലാവർക്കും ക്ലിനിക്കൽ സൈക്കോളജി എന്നൊരു ടേം വളരെ ഫെമിലിയറാണ്. ക്ലിനിക്കൽ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് മെൻ്റലി, ഇമോഷണലി, ബിഹേവിയറൽ ഡിസോർഡേഴ്സാണ്. ലൈക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, ട്രോമ ഓർ സബ്സ്റ്റൻസ് അബ്യൂസ്. ഇത് എയിം ടു റെഡ്യൂസ് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ആൻഡ് പ്രൊമോട്ട് വെൽബീങ്. ക്ലയൻറ്റിൻ്റെ ഇഷ്യൂസ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലൂടെ, ഇൻ്റർവ്യൂയിലൂടെ, ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ റോള്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ, റീഹാബിലേഷൻ സെൻറ്റർ, പ്രൈവറ്റ് പ്രാക്ടീസ്, സ്കൂൾസ് ഓൾസോ. കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ലൈഫ് ചലഞ്ചസ്, ഇമോഷണൽ ഡിഫിക്കൽട്ടീസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നൊക്കെയാണ്. കൂടുതലായിട്ട് കരിയറിലുണ്ടാവുന്ന ഡിഫിക്കൽട്ട്, കരിയർ കൺഫ്യൂഷൻസ്, പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലം അഥവാ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതിനൊക്കെ ഡീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പേഴ്സൻ്റെ സെൽഫ് ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുക, പിന്നെ കോപ്പിംഗ് സ്കിൽസ് പഠിപ്പിക്കുക. എന്തൊക്കെ കോപ്പിംഗ് സ്കിൽസ് യൂസ് ചെയ്ത്, ഇപ്പം ഒരു കുട്ടിക്ക് എക്സാം ടെൻഷൻ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ആങ്സൈറ്റി ഉണ്ടെങ്കിൽ കോപ്പിംഗ് സ്കിൽസ് ലൈക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ന്യൂറോ സൈക്കോളജി ബ്രെയിൻ ഫങ്ഷനും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ന്യൂറോ സൈക്കോളജി. ന്യൂറോ സൈക്കോളജിസ്റ്റ് ബ്രെയിൻ ഇഞ്ചുറി, സ്ട്രോക്ക്, അൾഷൈമേഴ്സ് പേഷ്യൻസിനൊക്കെ അസസ് ചെയ്യും. അത് ബ്രെയിനിനുണ്ടാവുന്ന ന്യൂറോ ഫങ്ഷൻസ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് EEG, MRI ഓർ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് ബ്രെയിനും ബിഹേവിയറും തമ്മിലുള്ള കണക്ഷൻ അസസ് ചെയ്യും. These are the major branches of psychology, each one exploring a different side of the human mind and behavior. So നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ comment below. If you like this video, don't forget to like, share and subscribe to Psychic Parent.